വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ബറക്കത്ത് നഷ്ടപ്പെടുക. എന്താണ് ബറക്കത്ത്? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ബറക്കത്ത് ചോദിക്കേണ്ട ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആകളിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. നമ്മളും ദുആ ചെയ്യുന്നു. കാലങ്ങളോളമായി ഇങ്ങനെ എല്ലാ വർഷവും റജബിലും ശഅബാനിലൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുന്നു. ബറക്കത്ത് നഷ്ടപ്പെടുന്നത് ചില നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും ബറക്കത്ത് നഷ്ടപ്പെടാം. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവസാനത്തെ ഒരു പറ്റ് മാത്രം നമ്മൾ ബാക്കി വെച്ചാൽ ആ ഒരു പറ്റിലൂടെ ചിലപ്പോൾ നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടും. പണ്ടുണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മുടെ പ്ലേറ്റൊക്കെ ഇങ്ങനെ വടിച്ച് നെക്കി വിരലുകൾ ചപ്പി നല്ലതുപോലെ കഴിച്ചിരുന്നു. ഇപ്പൊ എത്രയോ ഫുഡുകളാണ്, ഭക്ഷണങ്ങളാണ് നമ്മുടെയൊക്കെ ഇടയിൽ ഭക്ഷണങ്ങൾക്കൊരു വിലയില്ലാത്ത, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ വസിക്കുന്നത്. ഫുഡ് വേസ്റ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് നമ്മൾ വരുത്തുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വല്ലാതെ നെട്ടോട്ടം ഓടിയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഭക്ഷണത്തിൽ ബറക്കത്ത് അതൊരു ഉദാഹരണം മാത്രമാണ്. ബറക്കത്ത് എന്നാൽ എന്താണ്? നമ്മൾ ബറക്കത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടോ? അല്ലാഹു തആല ബറക്കത്ത് ആക്കിയത് എന്തെല്ലാം കാര്യങ്ങളിലാണ്? അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രതിപാദിക്കാം. ഒന്നിനും സമയം കിട്ടുന്നില്ല, വലിയ വരുമാനമുണ്ടായിട്ടും പണം ഒന്നിനും തികയുന്നില്ല, കുടുംബജീവിതം സുഖകരമാകുന്നില്ല. ഇങ്ങനെയുള്ള പരിഭവങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്റെ പൊന്നുസ്താദ് എന്തോരം പണിയെടുത്തിട്ടും ആശുപത്രികളെ കൊണ്ട് കൊടുക്കാനുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലുമുറിയ ചില ആളുകളെ കണ്ടിട്ടില്ലേ? എന്നും പണിയെടുക്കണ്ടോ? പണ്ട് അവരെങ്ങനെയാണോ ഇപ്പോഴും അവരങ്ങനെ തന്നെ. ഇപ്പോഴും ഒരു വീട് പോലും സ്വന്തം പണിയാനില്ലാതെ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്. എന്നും പണിയാ. അയാള് നമ്മുടെ ചെറുപ്പം വെക്കണ കാലം മുതൽ അയാൾ ആ പണി ചെയ്യണ, ഇപ്പോഴും അത് ചെയ്യണോ? വീട്ടിൽ കിടക്കാൻ നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, നല്ലൊരു വസ്ത്രമില്ല. നാലാള് കൂടുമ്പോ കണ്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് സ്വത്തുള്ള ആളായിട്ട് ഷർട്ടും മുണ്ടും കണ്ടു കഴിഞ്ഞാൽ കൂടുന്ന പട്ടി വെള്ളം കുടിക്കും. ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ ഇടയില്. ബറക്കത്ത് എന്താണെന്ന് നാം സ്വയം മനസ്സിലാക്കണം. ബറക്കത്ത് എന്താണ്? അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ബറക്കത്ത് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകൻ ദൗത്യ നിർവഹണത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളെ നബി തങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. ആ കുറഞ്ഞ ആയുസ്സിൽ ഒരു നൂറ്റാണ്ടല്ല നൂറ്റാണ്ടുകളോളമുള്ള പ്രബോധനം ചെയ്യും പോലെ 23 വർഷം നബി തങ്ങൾ ഈ ദീൻ ഇവിടെ പ്രബോധനം ചെയ്തു. 40 വയസ്സ് മുതൽ 40ാമത്തെ വയസ്സിലാണ് അവിടുന്ന് നുബുവത്ത് കിട്ടണത്. 23 വർഷക്കാലമാണ് ദീൻ പ്രബോധനം ചെയ്തത്. ഈ 23 വർഷക്കാലം മഹാനവറുകൾ ഒരു നൂറ്റാണ്ടിന്റെ പ്രതീകമായി മാറി. ഇന്നലെ നമ്മിൽ നിന്നും വഫാത്തായതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 38ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. നോക്കണം, 38. അപ്പൊ എനിക്കും നിനക്ക് നമുക്ക് എത്ര വയസ്സായെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്തു നോക്കാം. 38ാമത്തെ വയസ്സിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. 37 വയസ്സ് വരെ കാഫിറായിരുന്നു. എന്നിട്ടിപ്പോ എവിടെയാ വസിക്കണത്? അള്ളാന്റെ റസൂലിന്റെ റൗളയുടെ പരിമളം കേട്ടുകൊണ്ടാണ് മഹാനവറുകൾ അന്തി ഉറങ്ങുന്നത്. നബി തങ്ങളുടെ 40ാമത്തെ വയസ്സിലാണ് നുബുവത്തുള്ളത്. 40 വയസ്സ് വരെ 53ാമത്തെ വയസ്സിലാണ്
ഈ ഫർള് നിസ്കാരം അല്ലാഹു തആല നിർബന്ധമാക്കുന്നത് ഇസ്രാ മിഅ്റാജും ഹിജ്റയുടെ 53-ാമത്തെ വയസ്സിലാണ് 5 വഖത്ത് നിസ്കാരം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ഫർളാക്കിയത്, ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയത്. അതിനുശേഷമുള്ള സമയമാണ് അവരിങ്ങനെ നന്മകൾ ചെയ്ത് ചരിത്രത്തെ തുല്യതയില്ലാത്ത യുഗപുരുഷന്മാരായത്. 38 വയസ്സ് വരെ അമുസ്ലിമായി ജീവിച്ച അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 വയസ്സ് വരെയാണ് ദുനിയാവിൽ ജീവിച്ചത്. 63 വയസ്സ് വരെയാണ് ദുനിയാവിൽ ജീവിച്ചത്. ഈ 63-ന്റെയും 38-ന്റെയും ഇടയിൽ ചെയ്ത നന്മകൾ അദ്ദേഹത്തെ എത്തിച്ചത് അവ്വലു മൻ യദ്ഖുലു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നും ആദ്യം സ്വർഗ്ഗത്തിൽ പോകുന്നത് അബൂബക്കറാണ്, ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ്? 38-ന്റെയും 63-ന്റെയും ഇടയിൽ അല്ലാഹു അവിടെ ബറക്കത്ത് ചെയ്തു. ജീവിത ആയുസ്സിൽ ബറക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അതിനാണ് ബറക്കത്ത് എന്ന് പറയണത്. ചിരകാലമാണ് ജീവിച്ചോളൂ, കുറഞ്ഞ കാലമാണ് അദ്ദേഹം ജീവിച്ചോളൂ, പക്ഷെ അദ്ദേഹം ചെയ്ത നന്മകൾ ഒരു നൂറ്റാണ്ട് മുഴുവനും ഓർക്കുന്നതാണ്, ഒരു ജനത മുഴുവനും ഓർക്കുന്നതാണ്, തലമുറകളോളം അനുസ്മരിക്കുന്ന നന്മകളാണ്. നബി തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ഖിയാമത്ത് നാൾ വരെ മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ നന്മകൾ എഴുതിയാൽ ഖിയാമത്ത് നാളോളം അദ്ദേഹത്തിന്റെ നന്മകൾ എഴുതി തീരുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ അബൂബക്കർ സിദ്ദീഖിന്റെ നന്മകൾ എഴുതിയാൽ അത് രേഖപ്പെടുത്തി തീരുകയില്ല. അത്രയും നന്മയാണ് 38-ന്റെയും 63-ന്റെയും ഇടയിൽ അല്ലാഹു തആല ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന്റെ നന്മയെന്താ? എല്ലാ മനുഷ്യരും, ഏത് മനുഷ്യരും കരഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ കരയും, അല്ലേ? കുടുംബത്തിലും വീട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളവർ കരയും ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ അത് മറന്നും പോകും. മറവി നമ്മൾക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ ഉറ്റവരും ഉടയവരും എല്ലാം മരണമടഞ്ഞു പോകുമ്പോ നമ്മളിങ്ങനെ വിഷാദത്തിലേക്കായി പോകും. നമുക്ക് അല്ലാഹു തആല മറവി തന്നില്ലായിരുന്നെങ്കിൽ. ഒരാൾ മരിച്ചാൽ 3 ദിവസം ദുഃഖം ആചരിക്കാൻ പാടുള്ളൂ. അതാണ് 3-ന്റെ അന്ന് 3 ദിവസം വരെ ദുഃഖം ആചരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചുപോയ ആളുടെ പേരിൽ വിഷമിക്കാനോ ഖേദിക്കാനോ സങ്കടപ്പെടാനോ പാടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ച നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ കരയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, ലമ്മാ തുവഫിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എന്താ കരഞ്ഞു? ബക്കത്തി സമാവാതു വൽ അർളു, ആകാശഭൂമികൾ കരഞ്ഞു. വൽ മലായികത്തു, ലോകത്തുള്ള മുഴുവൻ മഹാനായ മുഖറബുൽ അംലാക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേതൃത്വം കൊടുക്കുന്ന മലക്കുകളും കരഞ്ഞു. വഹത്താ അർശുൻ വകുർസുൻ വകലമുൻ, ലോകത്തുള്ള അല്ലാഹുവിന്റെ അർശ് പോലും കരഞ്ഞു, കുർസും കരഞ്ഞു, ലൗഹം കരഞ്ഞു, കലമും കരഞ്ഞു. വസ്തമറ ഹാദൽ ബക്കാഉ 6 അശ്ഹുരി ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലുള്ളവർ പോകട്ടെ, മനുഷ്യന്മാര് പോകട്ടെ, ആകാശം കരഞ്ഞു. ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൂഫിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ബക്കത്തി സമാവാതു വൽ അർളു, 7 ആകാശങ്ങളും ഭൂമിയും കരഞ്ഞു, മലക്കുകൾ മുഴുവനും കരഞ്ഞു.
വഹത്താ അർശൻ അല്ലാഹുവിന്റെ സിംഹാസനമായ അർശം കരഞ്ഞു വകുർസുൻ വകലമുൻ വലൗഹുൻ ലൗഹുൽ മഹ്ഫൂദും അതുപോലെ അതിൽ എഴുതുന്ന പേനയും അർശും കുർസുമെല്ലാം കരഞ്ഞു. ഒരു ദിവസമല്ല കരഞ്ഞത്, 2 ദിവസമല്ല കരഞ്ഞത്, 3 ദിവസമല്ല കരഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു ഹാദൽ ബക്കാ സിത്തത അശ്ഹുരിൻ ശബീഹുനാ റസൂലുള്ളാഹ്. 6 മാസം കരഞ്ഞു ആകാശഭൂമികൾ. ഇത്രയും നല്ല ഒരു മനുഷ്യൻ ഈ 38ന്റെയും 63ന്റെയും ഇടയിൽ അദ്ദേഹം ചെയ്ത മഹാനവറുകൾ ചെയ്ത നന്മകളുടെ പേരിൽ ആകാശം ഭൂമികൾ കരഞ്ഞു. എത്ര ദിവസം? സിത്തത അശ്ഹുരിൻ, 6 മാസം. നമ്മളൊക്കെ മരിച്ചാലോ? അവൻ മരിച്ച നന്നായുള്ളൂ, അൽഹംദുലില്ലാഹ്. നമ്മുടെയൊക്കെ നന്മകൾ ഒരു നന്മയുമല്ല. നബി തങ്ങൾ പറഞ്ഞു അംബിയ മുർസലികൾക്ക് ശേഷം ഈ ലോകത്ത് ഭൂമിയിൽ സൂര്യൻ ഉദിച്ചത് മഹാനായ അബൂബക്കറിന്റെ കാലത്ത് ഉദിച്ചതിനേക്കാൾ ഖൈറായ ഇന്നോളം ഈ ദുനിയാവിൽ വേറെ ഒരു കാലത്തും സൂര്യൻ ഉദിച്ചിട്ടില്ല. നബി തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ പറഞ്ഞതാണ് ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ നന്മകൾ വച്ച് അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠമായ ഒരാളുടെ മേലിലും സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ജീവിതത്തിൽ ബറക്കത്ത് എന്നത് നമ്മൾ കണ്ടെത്തുന്നതാണ്. ബറക്കത്ത് നമ്മൾക്ക് ഒരുപാട് സമ്പത്തുണ്ടാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വൽ ഖനാഅത്തു ബിൽ ഖലീലി, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുള്ളവനാണ് അവന് ബറക്കത്ത് എന്താണെന്ന് അവന്റെ ജീവിതത്തിൽ അവൻ പഠിച്ച അനുഭവങ്ങളാണ്. എന്താണ് ബറക്കത്ത്? ഐശ്വര്യം, അനുഗ്രഹം, വർധനവ്, സമൃദ്ധി എന്നീ അർത്ഥങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന എന്താണ് ഒരു പദമാണ് ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സമ്പൽ സമൃദ്ധി, നല്ല അനുഗ്രഹങ്ങൾ, എല്ലാത്തിലും വർധനവ്, ഐശ്വര്യം, ഇങ്ങനെയുള്ള വാക്കാണ് എന്താണ് ഇതിന് മൊത്തത്തിൽ പറയുന്നതാണ് ബറക്കത്ത് എന്ന്. അല്ലാഹു നിനക്ക് നന്മകൾ നൽകും. ആ നന്മകൾക്ക് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന ഈ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇതൊരു ബറക്കത്ത്, തൗഫീഖാണ്. അല്ലാഹു ചെയ്തു തന്ന നിഅമത്താണ്. നമ്മൾക്ക് ശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കി. അല്ലാഹ് ചെയ്ത അനുഗ്രഹം ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഈ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല എങ്കിൽ ഒരു ഓക്സിജൻ വിട്ട് അവന് വെന്റിലേറ്ററിൽ ഈ സാധനം ഘടിപ്പിച്ച് അവൻ വലിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് എത്ര പൈസയാണ് നമ്മൾ കൊടുക്കണത്? ഒരു 24 മണിക്കൂർ ഹോസ്പിറ്റലിന്റെ ICUയിലോ ICU യൂണിറ്റിലോ വെന്റിലേറ്ററിലോ നമ്മൾ കിടന്നാൽ എത്ര പൈസയാണ് നമ്മളിൽ നിന്നും അവരെ ഈടാക്കുന്നത്? ഒരു പൈസയും കൂടാതെ നമ്മൾ ജനിച്ച അന്നു മുതൽ ഈ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ ചെയ്യുന്നു. ഇതൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നിലച്ചു പോകാൻ നിമിഷ നേരം മതി. ഇപ്പൊ ഉള്ള അനുഗ്രഹങ്ങൾ അടുത്ത നിമിഷം നമുക്ക് ഉണ്ടാകണമെന്നില്ല. നബി തങ്ങൾ പറയുന്നു ലൈൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു തആല കൂട്ടി കൂട്ടി പിന്നെയും പിന്നെയും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും തൗഫീഖും എല്ലാം തരും. എപ്പോൾ? ശകർതും, നിങ്ങൾ നന്ദിയുള്ളവരാകണം. നമുക്ക് നന്ദി ഉണ്ടാവണം. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ ദിക്റിലൂടെയോ സ്വലാത്തിലൂടെയോ നിസ്കാരത്തിലൂടെയോ എങ്ങനെ നമ്മൾ നന്ദി പ്രകടിപ്പിച്ചാൽ അത് പിന്നെയും നിനക്ക് കൂട്ടിത്തരുന്നതാണ്. അല്ലാഹു തആല പറയുന്നു അല്ല തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല തന്നെ പറയാ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു, ഒരു രക്ഷിതാവ് ബറക്കത്തുടയവനായി ബിയദിഹിൽ മുൽക്കു, ആ രക്ഷിതാവിന്റെ കയ്യിലാണ് രാജാധികാരം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അല്ലാഹു തആല എല്ലാ വസ്തുക്കൾക്കും കഴിവായവനാണ്. എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു തആല കഴിവായവനാണ്. അതുകൊണ്ട് ബറക്കത്ത് നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് ബറക്കത്ത് എപ്പോഴും ചോദിക്കും. ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട മാസത്തിലെ ഇപ്പൊ നമ്മളുള്ളത് ബാറക്നാ ഫി റജബിൻ വ ശഅബാൻ. ബറക്കത്ത് ചെയ്യണേ റബ്ബേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണം. പിന്നെയോ ചില വ്യക്തികൾ, ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ ബറക്കത്തുണ്ട് എന്ന് ഖുർആനും ഹദീസിലും വന്നിട്ടുണ്ട്. ചില വ്യക്തികളിലുണ്ട് ബറക്കത്ത്, ചില സമയങ്ങളിൽ ബറക്കത്തുണ്ട്, അതുപോലെ ചില സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, വ്യക്തികൾ ഏതൊക്കെയാണ്? നബി തങ്ങൾ പറയുന്നു വ്യക്തികൾ. ഒന്നാമത് പറയുന്നു ചില വ്യക്തികളിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്ത് നൽകപ്പെട്ട വ്യക്തിയായിരുന്നു. തങ്ങളെ കുറിച്ചുള്ള നിരവധി സംഭാഷണങ്ങളും അതിനുള്ള ഹദീസുകളും അതിന് തെളിവായി തന്നെ കാണാൻ പറ്റും. ഈസാ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. നബിതങ്ങളും ബറക്കത്തുള്ളവരാണ്. മഹാനായ നമ്മളെ ഹദീസുകളിൽ പറയുന്നതനുസരിച്ച് ഈസാ നബി അലൈഹിസ്സലാം ഒരുപാട് ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിച്ച വ്യക്തിയാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരി. വെള്ളമില്ലാത്ത ഒരു നാട്ടിൽ ഒരു സമയത്ത് വെള്ളമില്ലാതിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരു യാത്ര പോയി. യാത്ര പോയപ്പോ ഉത്തുലുബു ഫളലതൻ ഫകല്ലൽ മാഉ, വെള്ളമൊക്കെ കുറവാണ്. ഫകാല ഉത്തുലുബു ഫളലതൻ മിൻ മായി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളം വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. ഫജാഉ ബിനായിൻ ഫീഹി മാഉൻ ഖലീലുൻ, വെള്ളമൊക്കെ കുറവാണ്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? അങ്ങനെ ഇരുന്ന സമയത്ത്, വെള്ളം കുറഞ്ഞ സമയത്ത് സഹാബികൾ എന്ത് ചെയ്തു? വെള്ളമായിട്ട് ചെറിയൊരു കുറച്ച് വെള്ളമായിട്ട് നബിയുടെ അടുക്കൽ ഒരു പാത്രമായിട്ട് വന്നു. ഫഅദ്ഖല യദഹു ഫിൽ ഇനാഇ, കുറച്ച് വെള്ളമുള്ള പാത്രത്തിൽ നബി തങ്ങൾ അവിടുത്തെ കൈ പ്രവേശിപ്പിച്ചു. തുമ്മകാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഹയ്യാലത്തഹൂരിൽ മുബാറക്, ബറക്കത്താക്കപ്പെട്ട ഒന്നെടുക്കാൻ നിങ്ങൾ വരിക. വൽ ബറക്കത്തു മിനല്ലാഹ്, ബറക്കത്ത് എന്നത് അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. അങ്ങനെ ഫലഖദ് റഅയ്തുൽ മാഅ യബ്ലുഗു മിൻ ബൈനി അസാബിഇ റസൂലില്ലാഹി. സഹാബികൾ എല്ലാവരും കൂടി ഒന്നുകൊടുക്കാൻ വേണ്ടി ആ പാത്രത്തിലേക്ക് വരുമ്പോ നബി തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ വെള്ളം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാണ്? ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം യഖ്റുജു മിൻ ബൈനി അസാബിഇ, നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ നബിതങ്ങളായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബിതങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് വരുന്നത്. പിന്നെയോ മാഉ സംസം, രണ്ടാമത്തത് സംസം വെള്ളമാണ്. സംസം വെള്ളത്തിന്റെ ഉറവിടം അത് സ്വർഗത്തിൽ നിന്നാണ്. മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് സംസം കിണർ കുഴിച്ചത്. മൂന്നാമത്തെ വെള്ളം അത് ഹൗലുൽ കൗതറിലെ വെള്ളമാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് വെള്ളങ്ങൾ അതിലൊന്നുമാകുന്നതാണ് നബിതങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വരുന്ന വെള്ളം. രണ്ടാമത്തത് സംസം വെള്ളം, മൂന്നാമത്തത് ഹൗലുൽ കൗതറിലെ വെള്ളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ബറക്കത്തുള്ള വ്യക്തിയാണെന്ന് അല്ലാഹു തന്നെ പറഞ്ഞ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കൊണ്ട് ബാറക്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ.
റജബിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബറക്കത്ത് ചോദിക്കേണ്ടത്. നബി തങ്ങൾ ഈ ദുആ എല്ലാ ഫർള് നിസ്കാരങ്ങളിലും അവർ നിസ്കാരങ്ങളുടെ ശേഷവും ഇത് പതിവാക്കിയിരുന്നു. മാത്രമല്ല നബി തങ്ങൾ പറയുന്നു, വ്യക്തികളിൽ മാത്രമല്ല ബറക്കത്ത് ചില സ്ഥലങ്ങളിലുണ്ട്. മക്കയിലും മദീനയിലും ബറക്കത്തുണ്ട്. മക്കയിലും മദീനയിലും മസ്ജിദുൽ അഖ്സയിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ബറക്കത്തുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഖുർആൻ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി, പരിശുദ്ധമായ വീടുണ്ടല്ലോ, വുളിയ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ പള്ളി, ലല്ലദീ ബിബക്കത മുബാറകൻ, ബക്ക എന്ന ഖുർആന്റെ പരാമർശം മക്കയെ കുറിച്ച് മറ്റൊരു പേരാണ്. ബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, ബറക്കത്താക്കപ്പെട്ട മക്ക അത് ഹുദൽ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും സന്മാർഗമാണ്, ബറക്കത്താണെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെയോ മദീനയും ബറക്കത്താണ്. മക്കയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ നിങ്ങൾ കേട്ടോ, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീന ലിഅഫൈ മാ ജഅൽത ബി മക്കത മിനൽ ബറക്കത്തി ശഫീഉനാ റസൂലുള്ളാഹി. സ്ഥലങ്ങളിൽ മക്ക ബറക്കത്താക്കപ്പെട്ട സ്ഥലമാണ്, മദീന ബറക്കത്തുള്ളതാണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീന, മദീനയെ നീ ആക്കണമേ അല്ലാഹ്, ലിഅഫൈ മാ ജഅൽത ബി മക്ക, മക്കക്ക് കൊടുത്ത ബറക്കത്തിന്റെ ഇരട്ടി നീ മദീനക്ക് കൊടുക്കണേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മദീനക്കുള്ള മക്കയിലേക്കാൾ ബറക്കത്ത് മദീനക്ക് കൊടുക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട സഹാബികൾ ചെരുപ്പ് പോലും ധരിക്കാതെ മദീനയിലൂടെ നടന്നുപോയ സഹാബിമാരുണ്ട്. അത്രയും മുബാറക്കാണ്. പിന്നെയോ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു, ബാറക്നാ ഹൗലഹു, ഫലസ്തീനും അതിന്റെ മസ്ജിദുൽ അഖ്സ നിലക്കുന്ന പരിസര പ്രദേശങ്ങളും ഞാൻ ബറക്കത്ത് ചെയ്ത സ്ഥലമാണ്. അപ്പൊ സ്ഥലങ്ങളിൽ ബറക്കത്തുണ്ട്, വ്യക്തികളിൽ ബറക്കത്തുണ്ട്, ചില സമയങ്ങളിൽ ബറക്കത്തുണ്ട്. സമയം ഒരുപാടായി, ചില സമയങ്ങളിൽ ബറക്കത്തുണ്ട്. ഏതൊക്കെയാണ് സമയം? ഇമാം ഖുത്ബ ഓതുമ്പോൾ നിസ്കാരത്തിന്റെയും ഖുത്ബയുടെയും ഇടയിൽ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന ഒരു സമയമാണ്. ചില പണ്ഡിതന്മാര് പറയുന്നു അത് അസർ നിസ്കാരത്തിന്റെയോ വെള്ളിയാഴ്ച ജുമായുടെ ഖുത്ബയുടെയും ഇടയിലുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്ത് ചോദിക്കേണ്ട സമയമാണ്. ബറക്കത്ത് എന്നത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ തുച്ഛമായ ശമ്പളം കൊണ്ട് നല്ല സംതൃപ്തിയോടെ ജീവിക്കുന്ന, ജീവിതത്തിന്റെ രണ്ടറ്റം നല്ല ഭംഗിയായി കൂട്ടിമുട്ടിച്ച് തന്റെ കുടുംബാണ് കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിലുള്ള കുടുംബവും അതിന്റെ പശ്ചാത്തലവും മക്കളെയും നല്ല രീതിയിൽ കൊണ്ടുപോയി ജീവിക്കുന്ന, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബറക്കത്തിന്റെ അവകാശി. അതിൽ അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണം. രോഗങ്ങളൊന്നുമില്ലാതെ അള്ളാഹു ആഫിയത്ത് നൽകാൻ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.